ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് മാച്ച്. ഇതൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാച്ചാണ്. അപ്പോൾ നമ്മൾ ഈ മാച്ച് ലാസ്റ്റ് ദ 38th മാച്ച് ഇതിൽ ജയിക്കുകയാണെങ്കിൽ നമ്മൾ കപ്പടിക്കും. പക്ഷേ തോറ്റാൽ പുറത്താകേണ്ടി വരും. അഥവാ ഒരു സമനില കിട്ടിയാൽ പോലും ഒരുപക്ഷേ നമ്മൾ പുറത്തായിരിക്കാം. ജയമാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സ്ക്വാഡ് സെറ്റ് ചെയ്യുകയാണ്. സെൻറ്റർ ഫോർവേഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ആൻറ്റി കോൾ. അതിന് എസ് നമ്മുടെ ഡെൽ പയറോ, റൊണാൾഡീഞ്ഞോ ആൻഡ് ലംപാർഡ്, AMF. അപ്പോൾ ഇവരുടെ ഒരു മുന്നേറ്റം തന്നെ നമുക്ക് ഒരു വളരെ വളരെ പ്രത്യേകതയുള്ള മുന്നേറ്റമാണ് ഈ സ്ക്വാഡ്. എന്തായാലും ജയിച്ചാൽ മാത്രമേ കപ്പടിക്കാൻ സാധിക്കൂ ഗായ്സ്. അപ്പോൾ മാച്ച് തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. ഡെൽ പിയറോയിൽ നിന്നും ആൻഡ്രിച്ചിൻ്റെ കാര്യങ്ങളിലേക്ക് ആൻഡ്രിച്ച് തിരിച്ചു നൽകുന്ന പാസ്, അതായത് റൊണാൾഡീഞ്ഞോ ഇത് ഡെൽ പയറോ ഒരു ദുർബലമായ ഒരു ഷോട്ടായിരുന്നു. പക്ഷേ അത് ഗോൾ കൈപ്പിടിയിൽ ഒതുക്കുന്നു അരയോള, ഫ്രഞ്ച് ഗോൾ കീപ്പർ. വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ ഡിഫൻഡർ ഇതാ ഉയർത്തി അടിച്ചിരിക്കുന്നു നേരെ കുഡൂസിലേക്ക്. കുഡൂസ് വളരെ മികച്ച ഒരു ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ്, അതുപോലെ AMF കളിക്കുന്ന ഒരു മികച്ച അറ്റാക്കിംഗ് പ്ലെയറാണ് കുഡൂസ് ഫ്രം ഗാന. വളരെ മികച്ചൊരു ഡ്രിബിളിംഗ് തന്നെയാണ് കുഡൂസിൻ്റെ ഭാഗത്തു നിന്നും. ഇതാ എമേഴ്സൺ, ബെക്കൻബോ, ദ ബ്യൂട്ടിഫുൾ ഹെഡ് ഫ്രം ബെക്കൻബോ. രക്ഷകനായ ബെക്കൻബോ എത്തുന്നു. അരിയോള, അൽഫോൺസ് അരിയോള ഒരു ഫ്രഞ്ച് ഗോൾ കീപ്പറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഫ്രഞ്ച് ടീമിലൊക്കെ സെക്കൻഡ് സ്ഥാനമാണ് നിലവിൽ. അദ്ദേഹത്തിന് മെയിൻ ഗോൾ കീപ്പർ അല്ല എങ്കിലും വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഗോൾ കീപ്പ് ചെയ്യുന്നത് വെസ്റ്റ് ഹാമിൽ. ഇതാ ലംപാർഡ് ഇതാ ഇൻറ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. ലംപാർഡ്, അതൊരു ഫൗളായിരുന്നു. ലൂക്കാസ് പാക്കറ്റ് കിക്ക് എടുക്കുന്നു. ഷഫക്, ബോവൻ അതൊരു കുഡൂസ് ഒരു മികച്ചൊരു ഹെഡായിരുന്നു. പക്ഷേ അത് ഔട്ട് പോകുന്നു. പീറ്റർ ചെക്കിൽ നിന്നും ആൻറ്റി കോളിനൊരു മികച്ച ഹെഡായിരുന്നു ലംപാർഡിലേക്ക്. പക്ഷേ അത് ഒരു മിസ് പാസ്സായിരുന്നു. അരയോള മികച്ച രീതിയിൽ മുന്നേറ്റി. ബോവൻ റൈറ്റ് വിങ് ഫോർവേഡ്, കഫൽ ഉയർത്തിയടിച്ചിരിക്കുന്നു. പക്ഷേ ഗോൾ, വാട്ട് എ ഗോൾ, ദാറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ്. ലൂക്കാസ് പാക്കറ്റ, ദ ബ്രസീലിയൻ അറ്റാക്കർ ലൂക്കാസ് പാക്കറ്റ, ഈ ഒരു ടീമിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയേണ്ടി വരും. ലൂക്കാസ് പാക്കറ്റ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വെസ്റ്റ് ഹാമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ലൂക്കാസ് പാക്കറ്റ. ആൻഡ്രിച്ച്, ക്യാമ്പൽ to Frank Lampard മിസ് പാസ് Lampard. ബട്ട് ഇതാ മികച്ചൊരു മുന്നേറ്റം തന്നെയാണ് വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഗൈസ്. വളരെ മികച്ച മുന്നേറ്റം. ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. കോൾ, വളരെ മികച്ചൊരു മുന്നേറ്റം തന്നെ. ഇതാ ഡെൽ പയറോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. റോഡ്രിഗ്യൂസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, വാട്ട് എ ഗോൾ, CR7 ഭൂഗോളത്തിൻ്റെ സ്പന്ദനം. വൈ ദിസ് മാൻ ഈസ് എ ഗോൾഡൻ ജീനിയസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ ഒരു നിസ്സാരം വൽക്കരിച്ചുകൊണ്ടാണ് ആ ഗോൾ അടിച്ചിരിക്കുന്നത് ഗായ്സ്. വളരെ നിസ്സാരമായ രീതിയിൽ, വളരെ ആയാസമില്ലാത്ത രീതിയിലാണ് ആ ഒരു ലക്ഷ്യം നോക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു വെടിയുണ്ട ഗോൾ. നമ്മുടെ ഈ ഫുട്ബോളിൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു മികച്ച കാർഡുകൾ തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് വളരെ മികച്ച മെസ്സിയെപ്പോലെ തന്നെ ഏകദേശം ആ രീതിയിലുള്ള കാർഡുകൾ തന്നെ അദ്ദേഹത്തിന് വരണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. എങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഓക്കെ ഗായ്സ്, അതാ ത്രോ പോയിരിക്കുന്നു. ആൻറ്റി കോൾ ലംപാർഡിൽ നിന്നും കിമിച്ചിൽ നിന്നും ആൻഡ്രിച്ചിൽ നിന്നും ഡെൽ പയറോ. അതൊരു ഫൗളാണ്. ആദ്യ പകുതിയുടെ ഒരു ഇഞ്ചുറി ടൈമിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഗായ്സ്. 2 മിനിറ്റ് അധിക സമയം കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഈ മാച്ച് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-1 എന്ന നിലയിൽ സമനിലയിൽ തുടരുന്നു. രണ്ടാം പകുതി ആരംഭിക്കുന്നു. ആൻറ്റി കോൾ കിക്ക് എടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. ഡേവീസ് ലെഫ്റ്റ് ബാക്ക്, അൽഫോൺസോ ഡേവിഡ്
ദ സൂപ്പർ സ്റ്റാർ ഓഫ് കാനഡ ടീം. അദ്ദേഹം ഓഹോ മികച്ചൊരു പാസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും ഡേവിസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു മികച്ചൊരു കിക്ക് തന്നെയായിരുന്നു. പക്ഷേ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാ അൽഫോൺസോ ഡേവിസ് ഇതാ ഉയർത്തിയടിച്ചിരിക്കുന്നു. അതൊരു ചാൻസ് ആയിരുന്നു, പക്ഷേ അത് ഡിഫൻഡർ അത് റാഞ്ചിയെടുക്കുന്നു. മുഹമ്മദ് കുഡൂസ് ഇതാ മനോഹരമായ പാസ്. ലൂക്കാസ് പെക്കറ്റ് ഉയർത്തിയടിക്കുന്നു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. ബെക്കൻ ബവർ അതൊരു കോർണറായി കലാശിക്കുന്നു. കോർണർ കിക്ക്. കോർണർ കിക്കിൽ എന്തും സംഭവിക്കാം. 50-50 ചാൻസ് ടു കോർണർ കിക്ക്. വെസ്റ്റ് ഹാമിൻ്റെ വളരെ മികച്ച പ്ലേയേഴ്സ്, ഒരുപടി മികച്ച പ്ലേയേഴ്സ് തന്നെയാണ് വെസ്റ്റ് ഹാമിൽ നിലവിലുള്ളത്. ഒരു ബാക്ക് ബോൺ എന്ന് വാട്ട് എ ചാൻസ്. ഇത് മികച്ചൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ അതൊരു മികച്ചൊരു സേവ്. ആ ബോൾ ഡേവിസിന് പുറത്ത് തട്ടിയാണ് ശരിക്കും നമ്മുടെ ഗോൾ കീപ്പർ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് ഡേവിസിന് പുറത്ത് തട്ടിയാണ് പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ മാച്ച് പിന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. മുഹമ്മദ് കുഡൂസ് 2020 മുതൽ 23 വരെ കുഡൂസ് അയാക്സ് ക്ലബിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വെസ്റ്റ് ഹാമിൽ വളരെ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് കുഡൂസ്. Ronaldinho, it's a goal, Ronaldinho Gaucho. ഇത് വളരെ മികച്ച ഒരു ഗോൾ തന്നെയാണ് റൊണാൾഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. റൊണാൾഡോ അത് എന്തുകൊണ്ടും വളരെ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗോൾ തന്നെയാണ്. ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 2-1 എന്ന നിലയിൽ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കപ്പ് ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നമ്മൾ ആഴ്സണൽ തന്നെ ഉയർത്തിയിരിക്കും ഗായ്സ്. അപ്പോൾ ആഴ്സണലിന് ഇഷ്ടമുള്ള ഒന്ന് കമൻറ്റ് ചെയ്യുക. ആഴ്സണലിനെ ഈ നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ ഫാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ മുമ്പൊക്കെ അറിയാമല്ലോ, ഫാബ്രിഗാസ്, അതുപോലെ തന്നെ പാട്രിക് വിയേറ, തിയറി ആൻഡ്രി, അങ്ങനെയുള്ള മികച്ച പ്ലേയേഴ്സ് കളിച്ചിരുന്ന ഒരു ടീമായിരുന്നു ആഴ്സണൽ. അതുപോലെ തന്നെ നമ്മുടെ നിലവിൽ ഇപ്പോഴും നമ്മുടെ ഈ ഡിഫൻഡറായിട്ട് ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സോൾ ക്യാമ്പൽ. അപ്പോൾ സോൾ ക്യാമ്പൽ ഈ ടീമിൽ നമ്മുടെ ഒരു സ്ക്വാഡിലുണ്ട്. അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അഗ്രസീവ് ഡിഫൻഡറാണ് നമ്മുടെ സോൾ ക്യാമ്പൽ. ഈസ് എ വെരി ഗുഡ് ഡിഫൻഡർ. അപ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തിയിരിക്കുന്നു നിലവിൽ. അപ്പോൾ നമ്മൾ ഇറക്കിയിരിക്കുന്നു വാൻ ഡൈക്ക്, ജാവോ ഫെലിക്സ്, ഇൻസാഗി, ഡാനി ഓൾമോ ഇവരെല്ലാം ഇറക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഗോൾ കൂടി അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് ആകാൻ സാധിക്കും. കമാൻ ഗായ്സ്. വെസ്റ്റ് ഹാം അവരുടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഈ മാച്ചിലുടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രിച്ചിന് എടുത്ത് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ DMF ഒരു ബോക്സ് ടു ബോക്സ് DMF ആണെങ്കിൽ കൂടിയും അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡിങ് കാഴ്ചവെക്കുന്നുണ്ട്. ജാവോ ഫെലിക്സ് ഒരു മികച്ച ഒരു ബാലൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ഈ ഫുട്ബോളിൽ മികച്ചൊരു ബാലൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ജാവോ ഫെലിക്സ്. നമ്മുടെ ഈ ഫുട്ബോളിൽ ഒരു ജൂനിയർ യോഹാൻ ക്രൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ജാവോ ഫെലിക്സിനെ പറയാം. ഒരു മികച്ച ഒരു ത്രൂ ബോളായിരുന്നു ജാവോ ഫെലിക്സിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഡിഫൻഡർ അത് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വരിഞ്ഞെടുക്കുന്നു ഗൈസ്. അപ്പോൾ ജാവോ ഫെലിക്സ്, ഇൻസാഗി, ജാവോ ഫെലിക്സ് അതൊരു അനാവശ്യമായൊരു ഷോട്ട് തന്നെയായിരുന്നു. ഒരു പയ്യെ ഒന്ന് പാസ് ചെയ്തൊന്ന് കയറിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് റൊണാൾഡിനിയോ എന്ന് പോകുന്നു. ബോവൻ ടു കൗഫൽ മുന്നേറുന്നു. ബോവൻ വാൻഡേക്ക് ആൻഡ് റീച്ച്. ഇറ്റ് വാസ് എ വെരി വെരി ഡിഫിക്കൽട്ട്. 90-ാം മിനിറ്റിൻ്റെ ആ ഒരു അന്ത്യത്തിൽ ഒരു മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 2 മിനിറ്റ് എക്സ്ട്രാ ടൈം. കമോൺ ഗൈസ്. ഇതാ നമ്മൾ കളി ജയിച്ചിരിക്കുന്നു. ആഴ്സണൽ 2-1 എന്ന നിലയിൽ ഇതാ ജയിച്ചിരിക്കുന്നു. ആൻഡ്രിച്ച് എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാവരും വളരെ വളരെ ഹാപ്പി മൊമെൻറ്റ്സ്. ഇറ്റ്സ് എ ഹാപ്പി മൊമെൻറ്റ്. നമ്മളിതാ കപ്പ് ഉയർത്താൻ പോവുകയാണ് ഗൈസ്.
ഈ ഫുട്ബോളിൻ്റെ ആ ഒരു കപ്പ് ചാമ്പ്യൻസ്. ദ ഫസ്റ്റ് ടൈം ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ്, ഇംഗ്ലീഷ് ലീഗ്, ആഴ്സണൽ FC ഇംഗ്ലീഷ് ലീഗ് ചാമ്പ്യൻസ്. ഓ ഓ ഓ നമ്മുടെ ക്യാപ്റ്റൻ ബെക്കൻ ബോർ. Come on, guys. It's a magic from Arsenal. കഴിഞ്ഞ പ്രീമിയർ ലീഗ് നമ്മുടെ ആഴ്സണൽ വളരെ മുന്നേറി വന്നതായിരുന്നു, പക്ഷേ എന്തുകൊണ്ട് അവർക്ക് അത് കിട്ടിയില്ല. അടുത്ത പ്രാവശ്യം ഈ സീസണിൽ നമുക്ക് നമ്മുടെ ആഴ്സണൽ ഫാൻസിൻ്റെ ആഗ്രഹപ്രകാരം നമുക്ക് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യം ആഴ്സണൽ വളരെ മികച്ച ടീം തന്നെയാണ് ഇപ്പോൾ നിലവിലും. ഈ സീസണിൽ നിലവിൽ 4-ാം സ്ഥാനത്ത് ഇപ്പോൾ തുടരുകയാണ്. ഇനിയുള്ള ഒരു മാച്ച് എന്ന് പറയുന്നത് സൺഡേ ടോട്ടൻഹാമായിട്ട് ഒരു 6:30 ഇന്ത്യൻ ടൈം 6:30 ഒരു മാച്ച് ഉണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ. അപ്പോൾ ആഴ്സണൽ നമ്മൾ കപ്പ് അടിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് വീണ്ടും സന്ധിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ആരാണ് മാൻ ഓഫ് ദി മാച്ച് നോക്കാം? ക്രിസ്ത്യാനോ റൊണാൾഡോ. വാട്ട്, അദ്ദേഹത്തിന് ഗോൾ തന്നെ നമുക്ക് കണ്ടായിരുന്നു, വളരെ ഒരു മികച്ച ഒരു ഗോളായിരുന്നത്. ലുക്ക് ആറ്റ് ദ ലീഗ് ടേബിൾ. നമ്മൾ ലീഗ് ടേബിൾ ഒന്ന് നോക്കാം. ആഴ്സണൽ FC 93 പോയിന്റ്, നമ്മൾ 93 പോയിന്റ്, രണ്ടാം സ്ഥാനം 91 പോയിന്റുമായി ടോട്ടൻഹാം, അതിന് മാഞ്ചസ്റ്റർ സിറ്റി, യുണൈറ്റഡ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. സീ യു അഗെയിൻ. സീസൺ എൻഡഡ്. ബൈ.